ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ക്ഷേമത്തോടും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ദൈവവചനത്തിൽ കൂടി പറയുവാൻ കർത്താവ് ഒരുക്കുന്ന സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് മുതൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ താക്കോൽ. ദൈവത്തിന് സ്തോത്രം. കീ ഓഫ് പ്രയർ. ദൈവത്തിന് സ്തോത്രം. അതിൽ ആധാരമായിട്ട് നമുക്ക് അറിയാവുന്ന വാക്യം തന്നെയാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീനെന്ന് ദൈവത്തിന് കർത്താവ് തന്നെ പറഞ്ഞ ഹല്ലേലൂയ ഒരു ദൈവത്തിന് സ്തോത്രം ഒരു ഉപമ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപനൊരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിജ്ഞ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൾ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസംഖ്യം ആക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിജ്ഞ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവം രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിജ്ഞ നടത്തി രക്ഷിക്കയില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്കറിയാവുന്ന ഒരു ദൈവത്തിന് സ്തോത്രം ഒരു ഉപമയാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് കർത്താവ് തന്നെ പറഞ്ഞതാ, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവം എന്നുള്ളതിന് ഒരു ഉപമ ഇവിടെ പറഞ്ഞിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ വിവരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തെ പ്രാർത്ഥനയിൽ മടുപ്പ് കാണിക്കല്ലേ. മടുത്തു പോകാതെ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുക്കമാണോ? തമ്പുരാൻ നമുക്ക് മറുപടി നൽകി തരും. പ്രിയമുള്ളവരെ, യാതൊരു സംശയവുമില്ല. ഇവിടെ ദൈവത്തിന് സ്തോത്രം. ന്യായാധിപൻ നമുക്കറിയാം, അവന് മറുപടി ദൈവത്തിന് സ്തോത്രം. ആ വിധവ ഏത് സമയം തന്നെ അസംഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഹല്ലേലൂയ അതിന്മേൽ ദൈവത്തിന് സ്തോത്രം. അതിന്മേൽ ദൈവം മറുപടി കൊടുത്തതുപോലെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവത്തിന് സ്തോത്രം. മടുത്തു പോകാതെ എപ്പോഴും ദൈവസന്നിധി കരയുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? രാവിലെ സമയം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കർത്താവ് നമുക്ക് മറുപടിയുമായി ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുപ്പ് കാണിക്കൽ. എപ്പോഴും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇടപെടാതെ പ്രാർത്ഥിക്കുക. ദൈവവചനം അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇടപെടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ. വേറൊരു വാക്യം ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം. ഹല്ലേലൂയ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെയാണ്. ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സ്നേഹിതനെക്കുറിച്ച് 11-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ. നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെ, ഒരു സ്നേഹിതൻ്റെ ഭവനത്തിൽ വന്നു, അവൻ്റെ വീട്ടിൽ അവന് കൊടുക്കുവാൻ യാതൊന്നുമില്ല. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അർദ്ധരാത്രിയ എന്ത് ചെയ്യും? അവൻ അടുത്തുള്ള ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ ആ സ്നേഹിതൻ ഉറക്കമാണ്. അവൻ പറയുന്ന ചില ഒഴിവുകൾ നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാ, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവൻ ദൈവത്തിന് എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും ദൈവത്തിന് സ്തോത്രം അവൻ പറയുക, പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, അർദ്ധരാത്രി എനിക്ക് എഴുന്നേറ്റ് തരുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം എന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം. ദൈവത്തിന് ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ കണ്ടു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ മടുത്തു പോകാതെ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുക. ഇവിടെ പറയുക ലജ്ജ കൂടാതെ മുട്ടുക. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് തയ്യാറാകും
തയ്യാറാകും. ദൈവസന്നിധി ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ അങ്ങനെ പറയുന്നത്, ആ സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ട് ദൈവത്തിന് സ്തോത്രം അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. അവൻ 3 അപ്പമേ ചോദിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം ലജ്ജ കൂടാതെ മുട്ടിയത് കൊണ്ട് വേണ്ടുന്നിടത്തോളം. അതാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അത് കഴിഞ്ഞ് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ ഹല്ലേലൂയ നിങ്ങൾക്ക് തുറക്കും. ദൈവത്തിന് സ്തോത്രം. യാചിക്കുന്നവന് അവൻ ഏവന് ലഭിക്കുന്നെന്ന്, അന്വേഷിക്കുന്നവന് കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. അതാ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ 3 അപ്പമേ ചോദിച്ചുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് തരുന്നുവെങ്കിൽ അതുപോലെ. എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വാസമുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് തരുന്നുവെങ്കിൽ ഹല്ലേലൂയ അതുപോലുള്ളതാണ് എൻ്റെ കർത്താവ് തരുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അതുപോലുള്ളതാണ് എനിക്ക് വേണ്ടി ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മുട്ടുന്നവന് തുറക്കുവാൻ നമ്മുടെ കർത്താവ് ലജ്ജ കൂടാതെ മുട്ടണം. ലജ്ജ കൂടാതെ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി ചോദിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാ. പ്രിയമുള്ളവർ, ഇവ 3 അപ്പമേ ചോദിച്ചുള്ളൂ, അവന് വേണ്ടുന്നവളം കൊടുത്തെന്നാണ് ഇവിടെ ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. വേണ്ടുന്നത് പോലെ നമുക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. ആ ഒരു നല്ല കർത്താവിനെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നതെന്ന് ഇന്ന് രാവിലെ എനിക്ക് ഈ വചനത്തിന് മുമ്പാകെ എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവ് ആരാ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വേണ്ടുന്നിടത്തോളം ദൈവത്തിന് സ്തോത്രം ആവശ്യത്തിലധികം നമുക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. പക്ഷേ ലജ്ജ കൂടാതെ ദൈവസന്നിധി മുട്ടുവാൻ എത്ര പേര് തയ്യാറാകും ഇന്ന് രാവിലെ? ലജ്ജ കൂടാതെ നീ ദൈവസന്നിധി മുട്ടുവാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നിന്റെ ദൈവം കർത്താവ് ശക്തനാണ്. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ലജ്ജ കൂടാതെ ദൈവസന്നിധി കടന്നു പോവാൻ തമ്പുര പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമ്മൾ കരയുന്ന വിഷയമില്ലയോ, കണ്ണുനീരൊഴുക്കുന്ന വിഷയമില്ലയോ, പ്രാർത്ഥിക്കുന്ന വിഷയമില്ലയോ, ഇന്ന് രാവിലെ നമ്മളെ ശോധന ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കും. അത് ഞാൻ പറഞ്ഞു, ലജ്ജ കൂടാതെ ദൈവസന്നിധി മുട്ടുക. രണ്ടാമത് ആദ്യം ഞാൻ പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ലജ്ജ കൂടാതെ മുട്ടുക ദൈവസന്നിധിയിൽ. എന്നിട്ട് പറയുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്നാ ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതിൻ്റെ പിന്നെ ആ താഴെ എഴുതിയിരിക്കുന്ന, നിങ്ങളിൽ ഒരു മകനുണ്ടെന്ന് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോന്ന്, അല്ല മീൻ ചോദിച്ചാൽ മീനിൻ്റെ പകരം പാമ്പിനെ കൊടുക്കും, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. അങ്ങനെ ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാമലെ എത്ര അധികം നൽകും. നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. പ്രിയമുള്ളവരെ, ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. മുട്ടുക ദൈവസന്നിധി, മുട്ടുക, ലജ്ജ കൂടാതെ മുട്ടുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഒരു വാക്യം കൂടെ മാത്രം വായിച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 3-ാമതായിട്ട് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യോഹന്നാന്റെ സുവിശേഷം ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം, 14-ാം അധ്യായം. ഹല്ലേലൂയ 13-14 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസന്നിധി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. 14-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 13-14 വാക്യമാണ് ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഒക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടേണ്ടത് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. പിന്നെയും അത് തന്നെ എടുത്ത് പറയുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത് ഞാൻ ചെയ്തു തരും. കർത്താവിൻ്റെ വാറ്റത്വമാണ് പ്രിയമുള്ളവരെ. നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഏൽപ്പിച്ചു കൊടുത്താട്ട്, എൻ്റെ കർത്താവ് എനിക്ക് ഹല്ലേലൂയ നൽകി തരുവാൻ മതിയായവനാ. ശക്തനായ ഇതേ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്ക് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ പറയുക, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ഞാൻ ചെയ്തു തരുമെന്നാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ കർത്താവ് ചെയ്തു തരുവാൻ ശക്തനാണ്. എൻ്റെ കർത്താവ് നൽകി തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു, ലജ്ജ കൂടാതെ മുട്ടുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഒന്നാമതായിട്ട് ഞാൻ പറയുക, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള കർത്താവ് നമുക്ക് നൽകി തരും. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് ശക്തനാ. കർത്താവ് വിടിവിപ്പാൻ ശക്തനാ. കർത്താവ് നൽകി തരുവാൻ ശക്തനാ. പ്രിയമുള്ളവർ, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ വചനത്തിന് മുമ്പാകെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. ഹല്ലേലൂയ. ബാക്കി നാളെ പറയാം. ദൈവം ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഹല്ലേലൂയ. ലജ്ജ കൂടാതെ മുട്ടുവാൻ, ഹല്ലേലൂയ
ഹല്ലേലൂയ. ദൈവത്തിന് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കണമേ കർത്താവ്. വലിയ വിടുതൽ ഞങ്ങൾ വന്ന് അയക്കണമേ കർത്താവ്. അതിൻ്റെ കരം ഞങ്ങളുടെ മേൽ ചലിപ്പിക്കണമേ ദൈവമേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അല്ലേ മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. അല്ലേ ഇതൊന്ന് വചനമായിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ കഴിയുന്നവൻ്റെ അടുത്ത് ഞങ്ങൾ കടന്നു വരുന്നത് കർത്താവേ. ഇതിനെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.